എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നോമ്പ് കാലമാണ്. പാതി നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ശനിയാഴ്ചയാണ്. ആദ്യത്തെ ശനിയാഴ്ച നമ്മൾ മലയാറ്റൂരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് മലയാറ്റൂരിലെ വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടു നോക്ക്. ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ലോയുടെ നാമത്തിൽ മലയാറ്റൂർ മലയിൽ സ്ഥാപിച്ചിട്ടുള്ള ദേവാലയമാണ് സെൻറ്റ് തോമസ് പള്ളി. കൊച്ചിയിൽ നിന്നും 47 കിലോമീറ്റർ അകലെയുള്ള ഈ സീറോ മലബാർ കത്തോലിക്ക ദേവാലയം സമുദ്രനിരപ്പിൽ നിന്ന് 1269 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വർഷവും മലയാറ്റൂർ പെരുന്നാളിന് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിച്ചേരുന്നത്. എൻ്റെ പുറകിലെ നിങ്ങൾ കാണുന്നതാണ് മലയാറ്റൂർ സെൻറ്റ് തോമസ് ചർച്ച്. അതായത് പുതിയ മലയാറ്റൂർ പള്ളിയാണ് ഈ പുറകിൽ കാണുന്നത്. അതായത് നമ്മുടെ അടിവാരത്തുള്ള പള്ളിയാണിത്. അപ്പോൾ ഈ പള്ളിയിലാണ് നമ്മുടെ വിശുദ്ധ തോമസ് ശ്ലീഹയുടെ തിരുശേഷിപ്പും അതുപോലെ തന്നെ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പും സൂക്ഷിച്ചിരിക്കുന്നത്. പള്ളി കയറിയിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മല കയറി ഇറങ്ങിയിട്ട് വന്ന് പള്ളിയിൽ കയറണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ പഴയ പള്ളിയിൽ ഇപ്പം കയറുന്നില്ല. പുതിയ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ മല കയറാൻ പോകാം. നമ്മളങ്ങനെ അടിവാരത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടിവാരത്ത് നമ്മൾ നേരെ നടന്ന് ഇനിയും വണ്ടി ഇട്ടു. അതിൽ നിന്ന് നേരെ നടന്ന് മല കയറാൻ പോവുകയാണ്. ഏകദേശം 14 കുരിശടിയുണ്ട്. 14 കുരിശടിയിലും പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് കയറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, ഇസ്വിനെ കൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് മലയാറ്റൂർ വരുന്നത്. ഞാൻ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്, ജിത്തും സെപ്പറേറ്റ്. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മലയാറ്റൂർ എത്തി. ഏതായാലും വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഏതായാലും സീസൺ തുടങ്ങുന്നേ ഉള്ളൂ. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏതായാലും വന്നതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ അടിവാരത്ത് വന്നു മല കയറാൻ തുടങ്ങുകയാണ്. മല കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു കുരിശടിയുണ്ട്. കുരിശടി പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും തുടങ്ങുന്നത്. ഞങ്ങളും വന്നു, തിരി കത്തിക്കാൻ പോകണം. തിരി കത്തിച്ച് നേർച്ചയിട്ട് നമ്മൾ മല കയറാൻ തുടങ്ങുകയാണ്. വണ്ടി കൊണ്ട് വരുന്നവർക്ക് ഈ സീസൺ ടൈം അല്ലാത്തതുകൊണ്ടായിരിക്കണം ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഏകദേശം ഒരു കുറച്ചേറെ പാർക്കിംഗ് ഉണ്ട്. അതും പോരാൻ താഴെയാണ് ബാക്കിയുള്ളത്. ഞങ്ങൾ താഴെ വണ്ടി ഇട്ടിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. താഴെ വണ്ടി ഇട്ടിട്ട് നടന്നാണ് മേളിൽ നിന്ന്. അതിൻ്റെ ആവശ്യമില്ല. വേണ്ടവർക്ക് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെയും പാർക്കിംഗ് സൗകര്യം അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂർ നമ്മൾ തീർത്ഥാടകരുടെ ശ്രദ്ധയ്ക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ നടക്കുന്ന സത്യം പറഞ്ഞൊരു വനത്തിലൂടെയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രോപ്പർ രീതിയിൽ നമ്മളിതിനകത്ത്
കീപ്പ് ചെയ്യണം. അതായത് വേസ്റ്റ് ഇടുകയോ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത് എങ്ങനെയോ വനം സംരക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ സംരക്ഷിച്ച് വേണം തീർത്ഥാടനം നടത്താൻ. അത് നമ്മൾ അടുത്ത തലമുറ ഇത് ആസ്വദിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയണമെങ്കിൽ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കി തീർത്ഥാടനം നടത്താൻ ശ്രമിക്കേണ്ടതാണ്. ഒന്നാമത്തെ കുരിശടി പോലും ആയിട്ടില്ല, ഞങ്ങൾ അടച്ചു തുടങ്ങി. ഇസുകിട്ട നേരെ വടി കുത്തി പിടിച്ചൊക്കെ നടപ്പ. മേളിൽ കുർബാന തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, കഠിനമാണ്. പ്രാർത്ഥിച്ച് കയറുക എന്നുള്ള ഒറ്റതേ ഉള്ളൂ. ഈ താഴെ കാണുന്ന നമ്മൾ കാണിച്ചിട്ട് ഇപ്പം പറയാൻ പോലും പറ്റുന്നില്ല. താഴെ നിന്നുള്ള കയറ്റം നമ്മളിങ്ങനെ കയറി വരുന്നത്. ഇനി നമുക്ക് ബാക്കി ഇത്രയും കൂടെ കയറാൻ മുകളിലോട്ടുണ്ട്. ഒന്നാമത്തെ കുരിശടി പോലും ആയിട്ടില്ല, നമ്മൾ നടന്ന് കയറുവാണ്. ഇപ്പോൾ അങ്ങനെ ഒന്നാമത്തെ കുരിശടിയിലായിരിക്കും കേട്ടോ. ഒന്നാമത്തെ കുരിശടിയാണ് ഏറ്റവും കഠിനമെന്ന് പറയും. കാരണം ഏറ്റവും കുത്ത് കയറ്റം കയറി നമ്മൾ ആദ്യമായിട്ട് വരുന്ന കുരിശടിയാണിത്. നമ്മുടെ ഭയങ്കര കഠിനമാണ്, കുറച്ച് ദൂരവുമുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ കുരിശടിയും കുറച്ചൊക്കെ അടുത്താണെന്ന് തോന്നുന്നു നമുക്ക്. അതായത് മോഹിപ്പിക്കും കുരിശടി എന്ന് പറഞ്ഞ പോലെ ഒന്ന് കഴിയുമ്പോൾ അടുത്തടുത്ത് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷേ ഈ ഒന്നാമത്തെ കുരിശടി കാണാൻ കുറച്ച് താമസമാണ്, അതുപോലെ കയറി വരാനും കുറച്ച് ബുദ്ധിമുട്ടുമാണ്. പിന്നെന്താണ്, വെള്ളവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വന്ന് നമുക്ക് എല്ലാ കുരിശടിയിലും വെള്ളവും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. വെള്ളം മുഖം കഴുകാനും കുടിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വരുന്നവർക്കുള്ള പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്, വലിയ ധൃതിയൊന്നും വേണ്ട, ഇതൊക്കെ കയറിയാൽ മതി. കാരണം ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നും കയറരുന്ന് പ്രത്യേകം അവർ താഴെ എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കരുതി ഒരു സേഫായിട്ടുള്ള തീർത്ഥാടനം നടത്തണമെന്നാണ് പറയാനുള്ളത്. നമുക്ക് ആദ്യത്തെ കുരിശടി മെഴുതിരി കത്തിച്ചിട്ട് ബാക്കി കയറാം. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ കുരിശടി കയറി. ഒന്നാമത്തെ കുരിശടി പിലാത്തോസിൻ്റെ അടുത്ത് കർത്താവിനെ കൊണ്ട് ചെല്ലുമ്പോൾ കർത്താവിനോടുള്ള ആ കാര്യങ്ങൾ, അതായത് ആ ടൈമിൽ പിലാത്തോസിൻ്റെ അടുത്ത് കർത്താവിനെ എത്തിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആ ഇത് ബേസ് ചെയ്തിട്ടുള്ള തീമിലാണ് ആ കുരിശടി ഉള്ളത്. അങ്ങനെ നമുക്കിനി 13 കുരിശടിയും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കുരിശടിയിൽ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കുരിശടി ചരിത്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുരിശ് ചുമക്കാൻ നിർബന്ധിക്കുന്ന ആ ഒരു ഇതിൻ്റെ ഐതിഹ്യത്തിലാണ് രണ്ടാമത്തെ കുരിശടി സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ കുരിശടിക്കും ഓരോ ഹിസ്റ്ററി ഉണ്ട് അതിൻ്റെ ബിഹൈൻഡിൽ. അപ്പോൾ ആ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ കുരിശടി ചെല്ലുമ്പോഴും പറയാം. അപ്പോൾ നമുക്ക് അടുത്ത കുരിശടിയിലേക്ക് പോകാം. നമ്മളങ്ങനെ മൂന്നാമത്തെ കുരിശടിയായി. ടയർഡായിട്ടുണ്ടോ വെച്ചാൽ ടയർഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ കുഴപ്പമില്ല, കയറാം നമുക്ക്. അതുപോലെ മൂന്നാമത്തെ കുരിശടി ഐതിഹ്യം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു കുരിശുമായി ആദ്യം വീഴുന്നതിൻ്റെ ബേസിസിലാണ്, ആ ഒരു ഹിസ്റ്ററിയുടെ ബേസിലാണ് മൂന്നാമത്തെ കുരിശടി സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തെ കുരിശടിയിലേക്ക് പോകാം. തിരി കത്തിക്കണം, തിരി കത്തിച്ചില്ല. തിരി കത്തിച്ചിട്ട് നാലാമത്തെ കുരിശടി ഇപ്പോൾ പ്രാർത്ഥിച്ച് ബാക്കിയുള്ള കുരിശടിയുടെ കയറാം. അങ്ങനെ നാലാമത്തെ കുരിശടിയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് കർത്താവ് ക്രൂശം ചുമന്നുകൊണ്ട് പോകുമ്പോൾ മാതാവിനെ കാണുന്നതാണ്. അതിൻ്റെ ബേസിസിലാണ് നാലാമത്തെ കുരിശടി ഉള്ളത്. ഇനി അടുത്ത അഞ്ചാമത്തെ കുരിശടിയിലേക്ക് പോവാം. കണക്ക്
അങ്ങനെ 5ാമത്തെ കുരിശടി വന്നിട്ടുണ്ട്. 5ാമത്തെ കുരിശടി പ്രതീകം എന്ന് പറഞ്ഞാൽ കുറേനക്കാരനായ ശീമോന് കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് 5ാമത്തെ കുരിശടി ഉള്ളത്. പറയുമ്പോൾ നാക്ക് കുഴയുന്നത് കയറുന്നതിൻ്റെ കേട്ടോ. അതായത് നമ്മളിപ്പോൾ 6ാമത്തെ കുരിശടിയിലുള്ളത്. 6ാമത്തെ കുരിശടിയുടെ ഐതിഹ്യം എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു ഗോൽഗോത്തയിലേക്കുള്ള കുരിശെടുത്തുകൊണ്ട് നടന്ന സമയത്ത് വെറോനിക്ക വന്ന് കർത്താവിൻ്റെ മുഖം മുപ്പി, അതായത് മുഖം തുടച്ചു കൊടുത്തതിൻ്റെ ആ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടാണ് 6ാമത്തെ കുരിശടി ഉള്ളത്. ഏഴാമത്തെ കുരിശടി കർത്താവായ യേശുക്രിസ്തു ഗോൽഗോൽത്തയിലേക്ക് യാത്രയിൽ കുരിശും ചുമന്നുള്ള യാത്രയിൽ 2ാം പ്രാവശ്യം വീഴുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് 7ാമത്തെ കുരിശടി ഉള്ളത്. പരിശുദ്ധനായ തോമാസ് ശ്ലീഹ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഈ മലയിൽ, അതായത് മലയാറ്റൂർ നമ്മളിപ്പം കയറുന്ന മലയിൽ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് എല്ലാവരും ഈ കഷ്ടാനുവാഴ്ച നോമ്പ് കാലമാകുമ്പോൾ മല കയറുന്നതും ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അദ്ദേഹം ഇവിടെ ഒരു പാറയിൽ തൊട്ടു. ആ പാറയിൽ നിന്നൊരു പൊന്നും കുരിശ് പ്രത്യക്ഷപ്പെട്ടെന്നും ഒരു ഐതിഹ്യമുണ്ട്. അതിൻ്റെ പ്രതീകമായിട്ട് ഒരു പൊന്നും കുരിശ് മേളിൽ, അതായത് മേളത്തെ പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. എട്ടാമത്തെ കുരിശിയുടെ ഐതിഹ്യം എന്ന് വെച്ചാൽ യെരുശലേമിലെ സ്ത്രീകൾ കർത്താവിനെ ഓർത്ത് കരയുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് 8ാമത്തെ കുരിശടി സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ 8ായി. ഇപ്പോൾ മൊത്തം 14 കുറച്ചുകൂടെ മാത്രം ബാക്കി. ഒമ്പതാമത്തെ കുരിശടിയായി. ഇനി 5 കൂടെ. 9ാമത്തെ കുരിശടി ഐതിഹ്യം കർത്താവ് യേശുക്രിസ്തു ഗോൽഗോത്തയിലേക്ക് യാത്രയിൽ 3ാം പ്രാവശ്യം വീഴുന്നു. അതിൻ്റെ ഐതിഹ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ 9ാമത്തെ കുരിശടി സ്ഥാപിച്ചിട്ടുള്ളത്. പത്താമത്തെ കുരിശടിയുടെ ഐതിഹ്യം വെച്ചാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിയപ്പെട്ടതിൻ്റെ പ്രതീകമായിട്ടാണ് 10ാമത്തെ കുരിശടി ഉള്ളത്. ഇനി അങ്ങോട്ട് നല്ല കുത്ത് കയറ്റമാണ്, മൊത്തം കല്ലാണ്. ഇത്രയേറെ ബുദ്ധിമുട്ട് ഇല്ലായിട്ട് അറിഞ്ഞില്ല, പക്ഷേ ഇനി അങ്ങോട്ട് നല്ലപോലെ കുത്ത് കയറ്റമാണ്. ഇനിയുണ്ട് 4 കുരിശടിയും കൂടെ. അങ്ങനെ 11ാമത്തെ കുരിശടിയുടെ പ്രതീകം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ആ ഭടന്മാർക്ക് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് 11ാമത്തെ കുരിശടി സ്ഥാപിച്ചിട്ടുള്ളത്. 3 more. പന്ത്രണ്ടാമത്തെ കുരിശടി കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കപ്പെട്ടു. അതിൻ്റെ പ്രതീകമായിട്ടാണ് 12ാമത്തെ കുരിശടി സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ 12ാമത്തെ കുരിശടി കഴിയുമ്പം ഇവിടെ ചെറിയൊരു കട പോലുണ്ട്. ജ്യൂസും കാര്യങ്ങളും അതുപോലെ സ്നാക്സൊക്കെ വേണമെങ്കിൽ അങ്ങനെ കുടിക്കാൻ പറ്റിയ ചെറിയൊരു കടയുണ്ട്. ഞങ്ങൾ ഓരോ നാരങ്ങളം പറഞ്ഞിട്ടുണ്ട്. ഉപ്പിട്ടുള്ള നാരങ്ങളം മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ 13ാമത്തെ കുരിശടിയായി. 12ാമത്തെ കുരിശടി തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്റ്റെപ്പ് പണിഞ്ഞിട്ടേക്കുന്നുണ്ട്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാൻ. ഞങ്ങൾ പതുക്കെ ഇരുന്നൊക്കെയാണ് കയറുന്നത്. അപ്പം 13ാമത്തെ കുരിശടിയുടെ ഇതെന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തു
പിന്നെ മരണപ്പെട്ടതിന് ശേഷം കുരിശിൽ നിന്ന് താഴെ ഇറക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് 13ാമത്തെ കുരിശടി സ്ഥാപിച്ചിട്ടുള്ളത്. പതിനാലാമത്തെ കുരിശടി വന്ന് നമ്മൾ കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം കേട്ടോ. കയറാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, എന്നാലും നമ്മളെ അങ്ങ് കയറ്റിക്കൊണ്ട് വന്നു എന്ന് പറയണം. അതുപോലെ അങ്ങനെയുള്ള ട്രക്കിങ് കാര്യങ്ങളും നമ്മൾ ചെയ്യാത്തത് കൊണ്ടും പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. അതായാലും സാധിച്ചു. അങ്ങനെ ഒത്തിരി നാളെ ശേഷമാണ് മലയാറ്റൂർ വരുന്നത്. പണ്ട് ചെറുപ്പത്തിലും കണ്ടെന്ന് വന്നതാണ്, പിന്നെ ഇപ്പോഴാണ് മലയാറ്റുന്നത്. അത് ആദ്യത്തെ കുരിശടി എത്താൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം സ്മൂത്താണ്. പിന്നെ ഒരു 12ാമത്തെ കുരിശടി തൊട്ട് പിന്നെയും ഭയങ്കരമായിട്ട് കുത്തനെയുള്ള സ്റ്റീപ്പ് പോലത്തെ കയറ്റമാണ്. അതൊക്കെയാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത്. എന്നാലും നമ്മൾ കയറി. അപ്പോൾ ഇനി 14ാമത്തെ കുരിശടിയുടെ ചരിത്രം. 14ാമത്തെ കുരിശടി എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു മരണപ്പെട്ടതിന് ശേഷം ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ മൃതശരീരം മാറ്റി അവിടെ കിടത്തുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് 14ാമത്തെ കുരിശടി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ മലയാറ്റൂർ വന്ന് മർത്തവും മണ്ഡപവും കയറി കണ്ടതിന് ശേഷം നേരെ സൈഡിലേക്ക് വരുമ്പോൾ കിടിലം വ്യൂ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ പോയി നമ്മൾ വ്യൂ ഇട്ടൊരു കളിയില്ലല്ലോ. അപ്പോൾ നേരെ വരുമ്പോൾ ഇവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. കണ്ടാ, പക്ഷേ എങ്കിൽ ഡേഞ്ചറാണെന്നൊക്കെ എല്ലാ മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വരുന്നവർ സൂക്ഷിച്ചും കണ്ടൊക്കെ വന്ന് നിൽക്കണം. കാരണം വലിയ സുരക്ഷാ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഉണ്ട് കുരങ്ങന്മാരൊക്കെ ആവശ്യം പോലെ ഉണ്ട്. വാനര സംഘം തകർത്ത് മെയ്യുന്നൊരു സ്ഥലവും കൂടാണ്. ആന കുത്തിയ പള്ളി എന്നറിയപ്പെടുന്ന മലയാറ്റൂർ പഴയ പള്ളി AD 1595 സ്ഥാപിക്കപ്പെട്ടതാണ്. 1968 വരെ മലയാറ്റൂർ മല നിബിഡ വനമായിരുന്നു. അന്ന് ആനകൾ കുത്തി ഈ പള്ളിയുടെ പിൻഭാഗം സാരമായി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. പിന്നീട് കേടുപാടുകൾ നീക്കിയെങ്കിലും ആനകൾ കുത്തിയ ഭാഗം ഇന്നും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ആന കുത്തി പള്ളിയുടെ അകവും ഒന്ന് കണ്ടിട്ട് വരാം. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ദേവാലയമാണ് മലയാറ്റൂർ പള്ളി. AD 52 ഭാരതത്തിലെത്തിയ തോമാസ് ശ്ലീഹ മലയാറ്റൂർ മലയിൽ വരികയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മലയാറ്റൂർ മലയിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ചാപ്പൽ ഏകദേശം 500 വർഷം പഴക്കമുള്ളതാണ്. പൊന്നുംകുരിശിൻ്റെ ഐതിഹ്യം പറയുന്നത് തോമാസ് ശ്ലീഹ ഇവിടെ വന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിരുന്നതിന് ശേഷം അദ്ദേഹം പാറയിൽ കുരിശാകൃതി വരച്ചിട്ട് എഴുന്നേറ്റ് പോയെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം മലവേടന്മാർ വഴി വരികയും അവരെ കുരിശടയാളത്തിൽ പൊന്നും കുരിശ് ഉയർന്നു വരുന്നത് കണ്ടു എന്നുമാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ പൊന്നും കുരിശ് സ്ഥാപിച്ചേക്കുന്നത്. പരിശുദ്ധനായ തോമാസ് ശ്ലീഹയുടെ
പാദമുദ്ര പതിഞ്ഞ സ്ഥലമാണ് നിങ്ങളിപ്പം കണ്ടത്. അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ക്ലാസ് കൂടിനകത്തിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. മെഴുതിരിയൊന്നും കത്തിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ. അപ്പം അങ്ങനെ ഒത്തിരി പുണ്യസ്ഥലങ്ങൾ കൂടിയൊരു സ്ഥലമാണ് ഈ കുരിശുമുടി എന്ന് പറയുന്നത്. ബാക്കി ഒരു കിണറോടുണ്ട് ഇവിടെ, അതുകൂടെ നമുക്ക് കണ്ടിട്ട് വരാം. പരിശുദ്ധനായ തോമാസ് ശ്ലീഹയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ദാഹം അനുഭവപ്പെടുകയും തുടർന്ന് അദ്ദേഹം പാറയിൽ തട്ടി ശുദ്ധജലം ഒഴുകാൻ തുടങ്ങി. കിണറ്റിലെ വെള്ളത്തിന് രോഗങ്ങൾ ശമിപ്പിക്കാനുള്ള ദിവ്യശക്തിയുണ്ടെന്ന് തീർത്ഥാടകർ വിശ്വസിച്ചു പോരുന്നു. ഉള്ള അത്ഭുത കിണർ. സത്യം ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ നോക്കി ഞങ്ങൾക്ക് കാണാം. ഇപ്പം നല്ല വേനൽക്കാലം കൂടാണ്, എന്നിട്ട് പോലും ആ കിണറ്റിൽ വെള്ളമുണ്ട്. അപ്പം അതിലൊരു പ്രത്യേകത ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മലയാറ്റൂരിലെ വിശേഷങ്ങളും കാര്യങ്ങളും. കയറുന്നതിനേക്കാളിലും പാടാണ് ഇറങ്ങാനുള്ളത്. അങ്ങനെ നമ്മൾ മലയാറ്റൂർ മലയൊക്കെ കയറി നമ്മൾ പറഞ്ഞ പോലെ, വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ പോയി തിരിച്ച് വരുമ്പോൾ നമ്മൾ മലയാറ്റൂർ പള്ളിയിൽ കയറണമെന്ന് പറഞ്ഞായിരുന്നു. പഴയ പള്ളിയിൽ, പഴയ ചാപ്പലിൽ കയറാൻ വേണ്ടി പോവാണ്. നമുക്ക് ചാപ്പലൊന്ന് കയറി കണ്ടു വരാം. മലയാറ്റൂർ തീർത്ഥാടനമൊക്കെ നമ്മൾ കഴിഞ്ഞ് പൂർത്തിയാക്കി വീണ്ടും തിരിച്ച് നമ്മൾ അടിവാരത്തിൽ പഴയ പള്ളിയിൽ കയറി. പഴയ പള്ളി അതാണ്, അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്നാണ് പറയുന്നത്. അതായത് തിരിച്ചു വരുമ്പോൾ ഈ പള്ളിയിൽ കയറിയിട്ട് വേണം പോകാനെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ഈ പള്ളിയിലൊക്കെ കയറി. എല്ലാവരും നല്ല ടയേർഡാണ്, പക്ഷെ ഓക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇറങ്ങി വരാൻ, കാരണം നമ്മൾ ഇത്രയും പിടിച്ച് മസിലൊക്കെ നല്ല പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.